ക്കാൻ പോകട്ടെ. ഇപ്പൊ 35 മിനിറ്റ് കഴിഞ്ഞു. ഫസ്റ്റത്തെ ലെയർ വെച്ചു. കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇറ്റ്സ് മീ ചിക്കുസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കുസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സർപ്രൈസ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കേക്ക് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോവാം. അപ്പോൾ നമ്മൾ അതിനെ ഈ ഒരു കപ്പിലാണ് നമ്മൾ മൈദ എടുക്കുകയാണ്. ഈ ഒരു കപ്പിൽ നമ്മൾ 2 കപ്പാണ് മൈദ എടുത്തത് കേട്ടോ. ഇനി നമ്മുടെ ഈ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ കൊക്കോ പൗഡറാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. ഈ ഒരു സ്പൂൺ 2 സ്പൂണാണ് കൊക്കോ പൗഡർ ഇട്ടത്. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഇത്ര എണ്ണം ബേക്കിംഗ് സോഡ, ഒരു സ്പൂണിൻ്റെ പകുതിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടത്. ഇനി ഒരു നുള്ളുപ്പ്. ഇപ്പോൾ ചേർത്തതൊക്കെ മിക്സ് ആയിട്ട് എന്നിട്ട് അരിക്കുക. അതിനായിട്ട് നമ്മളിതിൽ അരിപ്പയിൽ വെച്ചിട്ട് അരിക്കുക. നന്നായി ഫൈൻ പൗഡർ പോലെയായിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുക. ആ മേളിൽ ഈ വേസ്റ്റ് ഭാഗമൊക്കെ ഉണ്ടാകുമ്പോൾ അത് മേളിൽ തങ്ങിയിരിക്കും. ഇത് ശരിക്കും 3 പ്രാവശ്യമാണ് അരിക്കേണ്ടത്. ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യമാണ് ഇപ്പോൾ അരിക്കുന്നത് കേട്ടോ. നമ്മളിനി വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യാനുള്ള പണിയാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. അതിനായിട്ട് 3 മുട്ടനെ എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അത് നമ്മൾ ഈ പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്യുക. നമ്മൾ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് ആണെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബീറ്ററാണെങ്കിൽ കറക്റ്റ് 5 മിനിറ്റ്, വിസ്ക് ആണെങ്കിൽ 10 മിനിറ്റ്. അവൾ 1 സ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ് ഈ മുട്ടയുടെ സ്മെല്ലും ചോയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം 1 സ്പൂണല്ല 2 സ്പൂണാണ് ഒഴിച്ചേക്കുന്നത് വാനില എസൻസ്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക ബീറ്റർ കൊണ്ട്. അവളെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പൊടിച്ച പഞ്ചസാര ഇടാൻ പാടുണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം പൊടിച്ചിട്ടുണ്ട്. നമ്മൾ പൊടിച്ച പഞ്ചസാര ഇടാൻ പോകുന്നത്. ഒപ്പം കൈയോടെ തന്നെ ചെയ്യണുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ 2 ആൾ വേണം. പഞ്ചസാര ഇടാൻ പൊടിച്ച പഞ്ചസാര ഇടുന്നത് ഒപ്പം തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. പൊടിച്ച പഞ്ചസാര ഇടുക, ബീറ്റ് ചെയ്യുക, പൊടിച്ച പഞ്ചസാര ഇടുക, ബീറ്റ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റ് മധുരം കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ പഞ്ചസാര പൊടിച്ചിട്ടിട്ടുണ്ട്, ബീറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ കറക്റ്റ് കണ്ട ക്രീമി പരിവായിട്ടുണ്ട്. കറക്റ്റ് മധുരം ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഈ നേരത്തെ അരിച്ച് വെച്ചത് നമ്മൾ ഇത് ഒഴിക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചത് കുറച്ച് ഇട്ടിട്ടുകൊണ്ടിരിക്കുക. ഇതിട്ട പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ബീറ്റ് ചെയ്താൽ മൊത്തം ഫ്ലോപ്പായി പോവും. ഒറ്റ സൈഡിലേക്കാണ് ചെയ്യണത്. തിരിച്ച് മറിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഒറ്റ സൈഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സൈഡിൽ തന്നെ മുഴുവൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൂസാൻ വേണ്ടി നമ്മൾ പാലൊഴിക്കണം. അപ്പോൾ പാലൊഴിച്ചു, കുറച്ച് ലൂസായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് ലൂസാവണ വരെ നമ്മൾ പാലൊഴിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ബട്ടർ പേപ്പർ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഓയിലാണ് എടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ശരിക്കും നല്ലത്. അത് വെച്ചിട്ട് കറക്റ്റ് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ കറക്റ്റ് ഇതിനകത്ത് പാലൊക്കെ ഒഴിച്ചിട്ട് ലൂസായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എടുത്തത് അവിടെ ആ പാത്രത്തിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ ഈ സൈഡ് വശത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കറക്റ്റ് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബട്ടർ പേപ്പറിൻ്റെ ഭാഗം എടുത്ത് അതിൽ കറക്റ്റ് ആ റൗണ്ട് രീതിയിൽ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ അടുത്തത് അതിൽ ഓയിൽ വെച്ച് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. നമ്മുടെ കേക്ക് പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് അപ്പോൾ നൂലപ്പത്തിന് ഉപയോഗിക്കണ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ പറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കേക്ക് വെക്കാൻ വേണ്ടി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കേക്ക് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 30 മിനിറ്റിൽ വെയിറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇനി ക്രീമിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് പൗഡറാണ് വാങ്ങിച്ചത് കേട്ടോ. അത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ഫ്രീസ് ആകാൻ വേണ്ടി വെച്ചിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ വിപ്പിംഗ് പൗഡർ ഇട്ടു നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ എടുക്കാൻ പോകട്ടെ. അപ്പോൾ 30 അല്ലെങ്കിൽ 35 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പൊന്തിട്ടുണ്ട്, മേൽഭാഗമൊക്കെ പൊന്തിയിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ നടുവിൽ കൂടെ കുത്തിയിട്ടു. അപ്പോൾ നേരത്തെ കുറച്ച് ക്രീം പോലെ ഉണ്ടായിരുന്നു, വേവാത്ത പോലെ. ഇപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒട്ടിപ്പും കാരണമൊന്നും ഇല്ല. അപ്പോൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ആ കത്തി വെച്ച് നമുക്ക് ലെയറാക്കണം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇത്തിരി താഴത്ത് ഇത്തിരി ഹാർഡുണ്ട്, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അവിടെ കേക്ക് കത്തി മുറിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ലെയറാക്കേണ്ട തിരക്കിലാണ് കേട്ടോ. ലെയറാക്കാണ് ഇപ്പോൾ മുറിച്ച് ലെയറാക്കേണ്ട തിരക്കിലാണ് കേട്ടോ. ഒരു ലെയർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയർ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കേക്കിന് സ്പഞ്ച് അവിടെ ഇവിടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 3 സ്പഞ്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേക്കിൻ്റെ മുകളിൽ കേക്ക് ഇട്ട് ടേബിൾ പോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചു, ഫസ്റ്റത്തെ ലെയർ വെച്ചു. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് കുറച്ചായിട്ട് ഒഴിക്കാൻ കേട്ടോ, പഞ്ചസാര ലൈന്. എന്നാലും കുറച്ച് സോഫ്റ്റ് ആവുള്ളൂ. നന്നായി ഷുഗർ സിറപ്പ് ശരിക്കും വെച്ചാൽ നന്നായി സോഫ്റ്റ് ആവും. കേക്കിൻ്റെ ലെയറിൻ്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് കറക്റ്റ് ഒഴിക്കുക. എന്നാലും കറക്റ്റ് ഒക്കെ എല്ലാ ഭാഗവും അലിയിടാനായിട്ട്. അവിടെ വിപ്പിംഗ് ക്രീം അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഫ്രീസറിലൊക്കെ 30 മിനിറ്റ് വെച്ചു. അവിടെ ഇനി ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ചായിട്ട് നമ്മൾ കേക്കിൻ്റെ ലെയറിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് നൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ ചട്ടികം പോലത്തെ ആ ഒരു രീതിയിൽ വെച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അറ്റം മൊത്തം കേക്കിൻ്റെ ക്രീം മൊത്തം ഈ ലെയറിന് മൊത്തം നമുക്ക് പിടിപ്പിക്കണം. കേക്കൊക്കെ ക്രീമൊക്കെ ആയി നമ്മൾ അടുത്ത ലെയർ വെക്കാൻ പോവാണ്. ഇനി അടുത്ത ലെയർ വെച്ചു. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂഷൻ പോലെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഈ സ്പഞ്ചിൽ മൊത്തം ഷുഗർ സിറപ്പ് ഒക്കെ ഒരുവിധം ഒക്കെ നനഞ്ഞ് ഇതുപോലെ കുതിർന്നിരിക്കണം. എന്നാലും ഉൾഭാഗം അലിഞ്ഞു പോകുള്ളൂ. ഇതിൻ്റെ മുകളിലും നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും കേക്കിൻ്റെ ഈ സ്പഞ്ചിൻ്റെ എല്ലായിടത്തും നമ്മൾ ക്രീം വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് മൊത്തം പരത്തി കറുത്താക്കുക. ഈ വെള്ള കളറ് ക്രീം മൊത്തം മൂടിയിരിക്കണ പോലെ ആക്കുക. ഈ കേക്ക് ടേബിൾ നല്ലതായിരിക്കും, കാരണം നമ്മൾ ഓരോ ഭാഗം വെച്ചിട്ട് നമ്മൾക്ക് നീക്കി ചെയ്യാം. ഇത് ടോപ്പ് ലെയർ ആയ കാരണം ഇതിൻ്റെ ഭാഗം താഴ്ത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ സിറപ്പ് ഒഴിക്കണം. ഇത് ഇങ്ങനെ വെക്കണേക്കണം മുമ്പ് ഫസ്റ്റ് തന്നെ സിറപ്പ് ഒഴിക്കണം നമ്മളത്. അപ്പം മൊത്തം നേരത്തെ പോലെ സെയിം രീതിയിൽ മൊത്തം കുതിർന്നിരിക്കുന്ന രീതിയിൽ ഈ സ്പഞ്ച് മൊത്തം സിറപ്പിൽ മുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലെയർ. അപ്പോൾ നമ്മൾ ലെയർ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫൈനൽ ലെയറും വെച്ചിരിക്കുന്നു. അപ്പോൾ കണ്ട കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ടോപ്പിൽ കുറച്ച് ഒഴിക്കണം, സിറപ്പ് കുറച്ച് ഒഴിക്കണം ടോപ്പിൽ കേട്ടോ. കാരണം കുറച്ച് ഉൾഭാഗം മേൽഭാഗം കുറച്ച് അരിയണം. അപ്പോൾ നമ്മൾ നടുക്കിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്നാലും നമ്മൾ കുറച്ച് ആക്കണം. ഈ ഷുഗർ സിറപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുണിയിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് കണ്ട ഇങ്ങനെ വെച്ച് ഇറക്കി ഓരോ ഭാഗം വെച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോപ്പ് ലെയറിൽ നമ്മൾ ക്രീം തേക്കുകയാണ് കേട്ടോ. ടോപ്പ് ലെയറാണ് മെയിൻ, കാരണം അട്രാക്ഷൻ ഒരു കേക്കിന് അട്രാക്ഷൻ ടോപ്പ് ലെയറാണ് നോക്കേണ്ടത് നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലൊക്കെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ഈ സൈഡ് ഭാഗത്താണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗത്ത് ക്രീം വെച്ച് മൊത്തം ഫില്ല് ചെയ്യാണ് കേട്ടോ, അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ബാക്കി ക്രീം ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അത് മൊത്തം നമ്മൾ ഫില്ല് ചെയ്യാണ്. കേക്ക് മൊത്തം ക്രീമിൽ മൂടണം. നമ്മളിപ്പോൾ ഓരോ മൂലയും ഒക്കെ കറക്റ്റായിട്ട് മൊത്തം മൂടണം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഈ മേളത്തെ ഈ ഇത് കണ്ട് ഷേപ്പും പാടുകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോവാണ്. ക്രീം ഒരു ഇതാക്കിയിട്ടുണ്ട്, ബാലൻസ് ക്രീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് മൊത്തം തേക്കാനാണ് തീരുമാനിക്കുന്നത്. ഫുള്ള് മൂടാഞ്ഞും ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാടുകളൊക്കെ ഒന്ന് മാറ്റി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മാറ്റിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കേക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കുറച്ച് ക്രീം കുറച്ച് ഇതായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിന് മുകളിൽ ഇടാനാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഞാൻ കവർ കാണിച്ചു തരാം. ഇതേ അമൂലിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അമൂലിൻ്റെ ചോക്ലേറ്റ് 45 രൂപയാണ് ഡാർക്ക് ചോക്ലേറ്റ് അമൂലിൻ്റെ. അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോവാണ്. ആ കേക്കിൻ്റെ മുകളിൽ മൊത്തം ഫ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് പൊടി പോലെ ഡാർക്ക് ചോക്ലേറ്റ് ആക്കാൻ പോവാണ്. ഇത് തികയും തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അവിടെ നിന്നിട്ട് അലിഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ഇതിങ്ങനെ ഫ്രോസ്റ്റ് ആക്കാണ് കേട്ടോ. ഇനിയും ബാക്കി ചോക്ലേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡ് ഭാഗം ഒന്നും ആയിട്ടില്ല, മോൾ ഭാഗം ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ. നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിഞ്ഞു. സൈഡ് ഭാഗമൊക്കെ ആയിട്ടുണ്ട് കണ്ട. എന്നിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ക്രീമൊക്കെ മെൽറ്റായി തുടങ്ങി. നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് പെട്ടെന്ന് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇവിടെ ഒന്നും ക്രീം ആയിട്ടില്ല. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിനി മുറിക്കുമ്പോൾ നമുക്കിനി നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ലായനിയൊക്കെ പിടിക്കാനുണ്ട് നമ്മൾ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ. അപ്പോൾ നാളെ പോയി കുറച്ചുകൂടി സെറ്റാവും. അപ്പോൾ സൂപ്പറായിട്ട് നിങ്ങൾ നല്ല ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ബൈ.